അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാവശ്യപ്പെട്ട് ആശാപ്രവർത്തകർ നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ എന്നിവർക്ക് തുറന്ന കത്തയച്ചു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വഴി നിങ്ങൾ വലിയൊരു നുണപ്രചാരകരായി മാറുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. 26,125 ആശമാർ തെരുവിൽ സമരം ചെയ്യുന്ന സാഹചര്യത്തിൽ എത്രത്തോളം കേരളം അതിദാരിദ്ര്യ വിമുക്തമാകുമെന്നൊരു വലിയ ചോദ്യം തന്നെ ആ കത്തിലുണ്ട്. അതും സർക്കാരിന്റെ മുന്നിൽ വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 8.5 മാസമായി തെരുവിൽ കഴിയുകയാണ്. കുടുംബാംഗങ്ങളെയൊക്കെ വിട്ട് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ കഴിഞ്ഞ 8.5 മാസമായി വെയിലും മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ കഴിയുകയാണ്. ഇതുവരെ അക്കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വിവിധ സമര പരിപാടികൾ നടത്തി മുഖ്യമന്ത്രിക്ക് വിവിധ തരത്തിലുള്ള നിവേദനങ്ങൾ സമർപ്പിച്ചു, വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ചു. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു ഇടപെടലുകളും ഇതുവരെയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു കത്ത് അവർ ഇറക്കിയിരിക്കുന്നത്. 1 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, ഒപ്പം തന്നെ നിലവിലുള്ള 233 രൂപ ദിവസവേതനം കൂടുതൽ തുകയായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും ന്യായമായുള്ള ആവശ്യങ്ങൾ. അത് മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുഖത്തിരിഞ്ഞു നിൽക്കുന്നത്? അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനം നടത്താൻ എങ്ങനെ സർക്കാരിനാകുമെന്നതാണ് ഈ കുടുംബങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ നടന്മാർ ഒരു തരത്തിലും ഈ പരിപാടിയിൽ ഭാഗമാകരുത്. പകരം ആ വേളയിൽ ആ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരപന്തലിലെത്തി ഞങ്ങളെ കാണണം, ഞങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ കത്തിലൂടെ ആശമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇമെയിൽ മുഖേനയാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് യാതൊരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല. എന്ത് തീരുമാനം നടന്മാർ കൈക്കൊള്ളും എന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നവംബർ 1-നാണ് ഈ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്.